ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് യാമി. എൻ്റെ മനസ്സിലൊരു സംശയമാണ്. നമ്മൾ വെച്ച് ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുത്ത് ഭർത്താവിൻ്റെ സ്നേഹം നേടാനെങ്ങാനും നോക്കിയോ നീ? അടുക്കളയിലേക്ക് നടന്നു നീങ്ങിയ ശിവയെ നോക്കി എന്നാൽ യാമിയോട് ചോദിക്കും പോലെ ഒരു തരം കൂർമ്മതയോടെ അജു ചോദിച്ചതും യാമി വല്ലാത്തൊരു പകപ്പോടെ അവനെ നോക്കി. ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നവൻ്റെ കണ്ണുകൾ അജുവിൻ്റെ ആ ചോദ്യത്തിലൊന്ന് ചുരുങ്ങി. ഇനി എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചിന്തയിൽ പല്ല് ഞെരിച്ച് മുന്നോട്ട് നടക്കാതെ അവൻ അവിടെ തന്നെ നിന്നു. അവിടെയുള്ള മറ്റുള്ളവർക്കും കൂടെ അജു പറഞ്ഞ ആ സംശയം തോന്നുമോ എന്നൊരു പരിഭ്രമത്തോടെ അവരെല്ലാവരെയും ഒരു പകപ്പോടെ തന്നെ നോക്കുകയാണ് യാമി. അജു, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ബോധമുണ്ടോ? നമ്മളിട്ട ടെൻഡർ എമൗണ്ട് എങ്ങനെ യാമിക്കറിയാനാ? അജുവിൻ്റെ ചോദ്യം കേൾക്കെ അഭി ചെറിയൊരു ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. പിന്നെ അറിയാതെ, അന്ന് അനിയേട്ടൻ മെയിൽ അയക്കാമെന്ന് ഏൽപ്പിച്ചത് യാമിയല്ലേ, മറന്നോ നീ? അജു ഭാവമാറ്റമില്ലാതെ ചോദിച്ചതും ശേഖരൻ്റെ കണ്ണുകൾ എങ്ങോട്ടോ പോകാനിറങ്ങിയവൻ മുന്നോട്ട് നടക്കാതെ അടുക്കളയിൽ തന്നെ നിൽക്കുന്നതിലായിരുന്നു. യാമിയുടെ മേൽ ഇങ്ങനെയൊരു പ്രശ്നം ആരോപിക്കുമ്പോൾ അവനെ അത് രോഷം കൊള്ളിക്കുന്നുണ്ടോ എന്നാണ് ശേഖരൻ ആ നിമിഷം മൗനമായി ശ്രദ്ധിക്കുന്നത്. അജു, നീ വെറുതെ ഓരോന്ന് പറയല്ലേ, യാമി അങ്ങനൊന്നും ചെയ്യില്ല. ആനി ഒരു ഗൗരവത്തോടെ അജുവിനോടായി പറഞ്ഞു. യാമി അങ്ങനെ ചെയ്യുമെന്നല്ല അനിയേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. അവളോട് തന്ത്രത്തിൽ നിന്ന് എമൗണ്ട് മനസ്സിലാക്കാനുള്ള കുരുട്ടുബുദ്ധിയൊക്കെ അവളുടെ കൂടെ കഴിയുന്നവനുണ്ടല്ലോ. കൊടുക്കാത്ത സ്നേഹവും സ്ഥാനവും നൽകാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചെങ്ങാനും പറയിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? അതാ ഞാൻ അങ്ങനെ കൂടെ നിർത്തിയവരെ ചതിച്ചിട്ട് എനിക്ക് ആരുടെ ജീവിതത്തിലും ഒരു സ്ഥാനവും സ്നേഹവും നേടിയെടുക്കേണ്ട അഭിയേട്ടാ. അത് ഞാൻ ശീലിച്ചിട്ടില്ല. ഇത്രയും കാലം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഞാൻ ജീവിച്ചത്. ഇനി അങ്ങോട്ടും തനിച്ച് ജീവിക്കാനാ വിധിയെങ്കിൽ അങ്ങനെ ജീവിക്കാൻ എനിക്കറിയാം. അല്ലാതെ ആരെയും ചതിച്ചിട്ടും വെട്ടിച്ചിട്ടും എവിടെയും പിടിച്ചു നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. അജു നല്ല പിള്ള ചമഞ്ഞ് എന്തൊക്കെയോ കാര്യമായി പറഞ്ഞു വന്നതും യാമി വല്ലാത്തൊരു മൂർച്ചയോടെ എന്നാൽ നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞു. ഏയ്, താനിങ്ങനെ ഇമോഷൻ ആവാൻ വേണ്ടി ചോദിച്ചതല്ലടോ. ഞാൻ മനസ്സിൽ തോന്നിയൊരു സംശയം അതുള്ളിൽ തന്നെ വെക്കാതെ തുറന്നു ചോദിച്ചു, അത്രേ ഉള്ളൂ. നേരെ ചൊവ്വയൊന്നും ചെയ്ത് ശീലമില്ലാത്തവരൊക്കെ ടെൻഡർ പിടിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിൽ ലഡു വിതരണവും ആഘോഷവും ഒക്കെ നടത്തുന്നു. ഇതൊക്കെ സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ചെയ്യുന്നതൊക്കെ നേരെ ചൊവ്വയല്ലെന്ന് നിന്റെ ആ നെറികെട്ട തന്ത പറഞ്ഞ അറിവല്ലടാ നിനക്ക്. അടുക്കളയിൽ കയ്യെത്തുന്നിടമുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ജാർ എടുത്ത് നിലത്തേക്ക് ആഞ്ഞെറിയുന്നതിനൊപ്പം ശിവയുടെ ശബ്ദം ആ വീട്ടിൽ അത്യധികം രോഷത്തിൽ മുഴങ്ങിക്കേട്ടു. യാമിയും സുഭദ്രാമയും കുഞ്ഞോളും താനുവും എല്ലാം ഒരു ഞെട്ടലോടെ അടുക്കളയിലേക്ക് നോക്കിയെങ്കിൽ രാജശേഖരൻ ഭാവവ്യത്യാസമില്ലാതെ അതേ ഇരിപ്പിരിക്കുകയാണ് ചെയ്തത്. പറയടാ, ആ അറിവല്ലേ നിനക്ക്? അത് വെച്ചല്ലേ നീ ഈ ചിലയ്ക്കുന്നേ? അല്ലാതെ എന്തറിയാം നിനക്ക് ഈ ശിവരത്തിനെ കുറിച്ച്? ശിവ മുണ്ടും അടക്കി കുത്തി അവരിയ്ക്കുന്നതിന് നേർക്ക് കാലിയോടെ നടന്നുകൊണ്ട് ചോദിച്ചു. രുദ്ര വേണ്ട, അവൻ വെറുതെ യാമിയെ ചൊടിപ്പിക്കാനൊരു തമാശ പറഞ്ഞതാ. നീ അത് കാര്യാക്കണ്ട. ശിവ അജുവിന് നേർക്ക് കലിയോടെ വന്നതും അനി എഴുന്നേറ്റ് അവനെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അതിന് അവൻ അവളെ ചൊടിപ്പിക്കേ കളിപ്പിക്കേ ചെയ്യുന്നതല്ല എൻ്റെ പ്രശ്നം. അതിനിടെ എന്നെ പിടിച്ചിടേണ്ട ആവശ്യം എന്താ അവന്? അതാ എനിക്കറിയേണ്ടത്. നിങ്ങളുടെ തോൽവി അത് നിങ്ങളുടെ പോരായ്മ, അതങ്ങനെ വേണം കരുതാൻ. അല്ലാതെ ജയിച്ചവൻ്റെ അധ്വാനത്തെ തരം താഴ്ത്തി കെട്ടുകയല്ല വേണ്ടത്. പിന്നെ കൂടെ കൂട്ടിയവരെ വിശ്വാസമില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുതായിരുന്നു. ഇത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അവസാനം ആ പഴിയും കൂടെ എൻ്റെ മേലേക്ക് ചാരാന്നും വിചാരിക്കേണ്ട. യാമി അത്രയും മൂർച്ചയോടെ ഒന്ന് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു നിർത്തിയതും അവൻ്റെ ആ നോട്ടത്തിൽ അവൾ പതർച്ചയോടെ മുഖം കുനിച്ചു. ആദ്യമേ അവൻ്റെ വാക്കുകൾ കേൾക്കാതെ പോയതിൽ ഇന്നവൾ വല്ലാതെ ഖേദിച്ചു. ഒപ്പം തന്നോടുള്ള അവൻ്റെ ദേഷ്യം അതൊട്ടും സഹിക്കാൻ കഴിയാത്ത പോലെ അവളുടെ മനസ്സ് പിടഞ്ഞു. പിന്നെ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. ശിവരുദ്ധ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം കളി പഠിച്ചിട്ട് തന്നെയാണ്. ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കളിക്കും ഇറങ്ങി തിരിക്കാറില്ല. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നേടാൻ എനിക്കറിയാം, ആരുടെയും സഹായം ഇല്ലാതെ തന്നെ. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ എല്ലാ കളിക്കും എതിർവശത്ത് ഞാനുണ്ടാവും. അത് ഓർമ്മ വെച്ച നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇവിടെ പലർക്കും ഇതുപോലെ നിന്ന് ചൊറിയാനേ നേരമുണ്ടാവും. അജുവിനെ അടക്കം അവിടെ എല്ലാവരെയും അത്രയും രൂക്ഷമായി നോക്കി ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടവൻ അവനെ പിടിച്ചു വെച്ച അനിയുടെ കൈ തട്ടിമാറ്റി അവിടെ നിന്നും റൂമിലേക്ക് തന്നെ തിരികെ നടന്നു. യാമിയാകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. എന്തോ തനിക്ക് വേണ്ടി അവൻ ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്നവൾ അറിയാതെ ആഗ്രഹിച്ചു പോരുന്നത് കൊണ്ടോ അതോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അജു തന്നെ ഒരു വഞ്ചകിയായി ചിത്രീകരിച്ചതിലോ അവളുടെ ഹൃദയം വിങ്ങി, കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി.
ഇനിയും അവർക്ക് മുന്നിൽ നിൽക്കാൻ വയ്യെന്ന പോലെ അവൾ അവർക്കിടയിൽ നിന്നും മൗനമായി മെല്ലെ അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു. മോളൊന്ന് നിന്നേ. ശിവ പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ കലുഷിതമായ മനസ്സോടെ ഇരുന്ന രാജശേഖരൻ യാമി പോകുന്നത് കാണി പെട്ടെന്നൊരു ഗൗരവത്തോടെ അവളെ വിളിച്ചു. പ്രതീക്ഷിക്കാതെ ആ പിൻവിളി കേട്ടതും യാമി കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞ് തല താഴ്ത്തി നിന്നു. താനും കുഞ്ഞോളും സുഭദ്രാമയും അബിയും അനിയും എല്ലാം യാമിയെ വല്ലായ്മയോടെ നോക്കുകയാണ്. തൻ്റെ മകൻ കിട്ടിയ താലി അണിഞ്ഞ് അവൻ്റെ ഭാര്യ എന്ന അവകാശത്തിൽ ഈ വീട്ടിൽ കഴിയുന്നവളാണ്. അവൾക്ക് വേണ്ട പരിഗണന കൊടുക്കാത്ത മകൻ്റെ പ്രവൃത്തികൾക്കൊപ്പം ഇപ്പോൾ തങ്ങൾ കൂടെ അവളെ വേദനിപ്പിച്ച പോലെ ഒരു വല്ലായ്മ എല്ലാവരും നിറഞ്ഞു നിന്നു. അജു, യാമിയോട് മാപ്പ് പറ. ശേഖരൻ്റെ മുഴക്കമേറിയ സ്വരം അജുവിനെ നോക്കി ആജ്ഞാപിച്ചതും അജുവിൻ്റെ മുഖം ഒന്നിരുണ്ടുപോയി. എങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ ഒരു പുഞ്ചിരി അണിഞ്ഞവൻ യാമിയൊന്ന് നോക്കി. യാമി, ഞാൻ തന്നെ വേദനിപ്പിക്കണം എന്ന് കരുതി പറഞ്ഞതല്ല. തനിക്ക് ഹേട്ടായെങ്കിൽ സോറി. ശേഖരൻ്റെ വാക്കുകളെ ബഹുമാനത്തോടെ അനുസരിക്കും പോലെ അത്രയും വിനയകൂലിനായി അവൻ യാമിയോട് പറഞ്ഞു. തൊണ്ടയിടറി മനസ്സ് വിങ്ങിയവൾ അവരാരെയും നോക്കാതെ അജു മാപ്പ് പറഞ്ഞതിനൊരു മറുപടി പോലും കൊടുക്കാതെ വേഗത്തിൽ അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു. എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞു കേൾക്കാനുള്ളതൊക്കെ കേട്ട സ്ഥിതിക്ക് ഈ വിഷയം ഇനിയൊരു ചർച്ചയാവരുത് ഈ വീട്ടിൽ. അതിവിടെ തീർന്നു, കേട്ടല്ലോ. ശേഖരൻ എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് നടന്നു. അയാൾക്ക് പിന്നാലെ സുഭദ്രാമയും ഒരു നിശ്വാസത്തോടെ അവിടുന്ന് എഴുന്നേറ്റു. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു അജു? ഒന്നിലും ഇടപെടാതെ അവൻ്റെ പാട് നോക്കി കഴിഞ്ഞവനെ പിടിച്ച് പടക്കക്കടയ്ക്ക് തീ കൊളുത്തും പോലെ നമുക്കെതിരായി തന്നെ കൊളുത്തി വിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെയെന്ന് ദൈവത്തിനല്ലാതെ അറിയില്ല. അനി വല്ലാത്തൊരു ഈർഷ്യയോടെ അജുവിനെ നോക്കി പറഞ്ഞു. ഈ സംസാരം ഇപ്പോൾ ഇവിടെ വേണ്ടായിരുന്നു അജു. അഭിയും വല്ലായ്മയോടെ പറഞ്ഞു. അജുവിൻ്റെ മുഖം പക്ഷെ ശാന്തമായിരുന്നു. അച്ഛനും മകനും സഹോദരങ്ങളും തമ്മിലുള്ള വിദ്വേഷത്തിൻ്റെ ആഴം കൂട്ടുന്നതിനൊപ്പം ശിവയുടെ മനസ്സിൽ യാമിയോടുള്ള ദേഷ്യവും കൂട്ടാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു അവൻ ആ നിമിഷം. ശ്രദ്ധിച്ചു വാ മോളെ, കാലിൽ ചില്ല് തറയ്ക്കും. അവർക്ക് മുന്നിൽ നിന്നും അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും വിതുമ്പിപ്പോകുന്ന ചുണ്ടുകളും കണ്ട് സരസ്വതിയമ്മ വിഷമത്തോടെ പറഞ്ഞു. യാമി കണ്ണുനീരോടെ അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. പിന്നെ സരസ്വതിയമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ചൂല് വാങ്ങി കുറച്ചു മുമ്പ് ശിവ നിലത്തേക്കിറങ്ങിയ ജാറിൻ്റെ ചില്ല് പൊട്ടുകൾ മെല്ലെ അടിച്ചുകൂട്ടി. ഞാൻ കരുതി ഇന്ന് നിന്റെ മറ്റേ കൈ ഒടിഞ്ഞെന്ന്. ബഹളങ്ങൾ അടങ്ങി വീട് ശാന്തമായതും താനും അജുവിനെ നോക്കി ഒരു കളിയാക്കലോടെ പറഞ്ഞു. അതൊടിയാതിരിക്കാനല്ലേ അജുവേട്ടൻ അച്ഛന് മുന്നിൽ വെച്ച് തന്നെ ഈ സംസാരം ഉണ്ടാക്കിയത്. കുഞ്ഞോളൊരു ഇഷ്ടക്കേടോടെ അജുവിനെ നോക്കി പറഞ്ഞു. എനിക്കപ്പോൾ ചോദിക്കാൻ തോന്നി, ഞാൻ ചോദിച്ചു. അതാരുടെ മുന്നിൽ വെച്ചാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അജു ഒരു കെറുവോടെ കുഞ്ഞോളെ നോക്കി പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ നിന്നും കഴിച്ചെണീറ്റു. അജേട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കും. ചില നേരത്തെ ഈ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. കുഞ്ഞോൾ അവളുടെ ഇഷ്ടക്കേട് ആരെയും ഭയക്കാതെ വ്യക്തമാക്കി. ഇഷ്ടാകില്ല. ഇനി അങ്ങോട്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇഷ്ടക്കേടാവും. അവൻ്റെ കൂടെയല്ലേ സഹവസിക്കാൻ പോകുന്നത്. അജു അവളെ നോക്കി ചൂടിയോടെ പറഞ്ഞു. അജു, ഇനി നീ അവളോട് വഴക്കിന് പോണ്ട. അവൾ പറഞ്ഞത് ശരിയാ. ചില നേരത്ത് നീ ശരിക്കും വളരെ മോശമായാണ് പെരുമാറുന്നത്. അബി ഒരു ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. അതേടാ, തളർന്നു കിടക്കുന്ന എൻ്റെ അച്ഛനെ വരെ പറഞ്ഞ അവനോട് ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി ഒരക്ഷരം മിണ്ടാതെ നിന്ന ഞാനല്ലേ ഇപ്പോൾ നിനക്ക് മോശപ്പെട്ടവൻ അല്ലേ? സിറ്റൗട്ടിലിരിക്കുന്ന ശേഖരനും സുഭദ്രാമയും കേൾക്കാത്ത വിധം ശബ്ദം അടക്കി പല്ല് ഞെരിച്ചുകൊണ്ട് അജു പറഞ്ഞതും അവയുടെ മുഖത്തെ ദേഷ്യം മാറി ഒരു വല്ലായ്മലായി. അമ്മ കഴിക്കാനെടുത്ത് തരട്ടെ മോൾക്ക്? ആ പ്രശ്നത്തിന് ശേഷം വീട് തീർത്തും നിശബ്ദമായതും സരസ്വതിയമ്മ തനിക്കൊപ്പം നിന്ന് രാത്രിയിലെ എല്ലാ ജോലിയും ഒതുക്കുന്നവളെ നോക്കി അലിവോടെ ചോദിച്ചു. എനിക്ക് വേണ്ടമ്മ, വിശപ്പില്ല. യാമി വാടിയ മുഖത്തോടെ അവരെ നോക്കി പുഞ്ചിരിച്ചു. സമയം 11 മണിയായിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ റൂമിൽ കയറിയിട്ടും യാമി അടുക്കളയിൽ തന്നെ നിന്നു. സുഭദ്രാമയും കുഞ്ഞോളും തനുവും എല്ലാം വന്ന് യാമിയെ വല്ലായ്മയോടെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കുറ്റബോധം കൊണ്ടോ മറ്റോ ആരുടെ മുഖത്തും ഒട്ടും തെളിച്ചമില്ലായിരുന്നു. അമ്മ വാരിത്തരാം മോളെ, 2 വിള കഴിച്ചാൽ മതി. സരസ്വതിയമ്മ അത്രയും വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. യാമിയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. ഇങ്ങനെയൊരു അവസ്ഥ എൻ്റെ മോളുടെ ജീവിതത്തിൽ വരരുതെന്ന് കരുതിയ ഈ വിവാഹക്കാരം അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ദേഷ്യപ്പെട്ടത്. ആ ചെറുക്കൻ ഈ വീട്ടിലാരുടെ കൂടെ കൂടില്ല മോളെ. ദേഷ്യം വന്നാൽ പിന്നെ കണ്ണും മൂക്കുമില്ല. വളർത്തി വലുതാക്കിയവരെ അനുസരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്നവൻ. എൻ്റെ മോളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യില്ലെന്ന് കരുതിയ അമ്മ ഇഷ്ടക്കേടോടെ ഓരോന്ന് പറഞ്ഞത്.
അവൻ്റെ സ്ഥാനത്ത് അഭിമോനായിരുന്നെങ്കിൽ ഈ വീട്ടിൽ എൻ്റെ മോൾക്കൊരു കുറവും വരില്ലായിരുന്നു. ആ സാരല്ല, ഈശ്വരൻ്റെ വിധി ആർക്കും തടയാനാവില്ല. ഇനിയിപ്പോൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തീർക്കുകയില്ലാതെ വേറെ വഴിയില്ല. ഒട്ടും കഴിയില്ല എന്ന് വരുമ്പോൾ എൻ്റെ മോളാരെക്കുറിച്ചും ഒരു നന്ദിയും കടപ്പാടിനെക്കുറിച്ചും ചിന്തിക്കണ്ട. അന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് പോയി പഠിക്കണമെന്നൊക്കെ, അത് ചെയ്യണം. തോൽപ്പിക്കാൻ ഈശ്വരൻ ശ്രമിക്കും, പക്ഷെ തോറ്റു കൊടുക്കരുത്. ഏറെ വാത്സല്യത്തോടെ അവളെ തലോടിക്കൊണ്ട് സരസ്വതിമ്മ പറഞ്ഞതും യാമി കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു പോയി. കരയണ്ട, പോയി കിടന്നു, നേരം ഒത്തിരിയായി, ചെല്ല്. അവരവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് അയച്ചു. യാമിക്ക് പക്ഷേ റൂമിലേക്ക് പോകാനേ തോന്നിയില്ല. മനസ്സാകെ വല്ലാതെ ശൂന്യമായതുപോലെ. ഇവിടെയുള്ളവരൊക്കെ തനിക്ക് ആരൊക്കെയോ ആയിരുന്നു. അവർക്കൊക്കെ തൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു എന്നൊക്കെ ഇന്നാണ് മനസ്സിലാവുന്നത്. എല്ലാവർക്കും മുന്നിൽ താൻ ഒരാൾ ഒറ്റപ്പെട്ട് നിന്നതുപോലെ. പുറമേ തന്നെ ആശ്വസിപ്പിച്ചു കൂടെ നിന്നെങ്കിലും ശിവ പറയും പോലെ അവസരം വന്നാൽ ഞാൻ ആരെയും വഞ്ചിക്കും എന്ന അവരുടെ മനസ്സിലും സംശയം ഉണ്ടാകുമോ എന്നൊരു തോന്നൽ. റൂമിലേക്ക് പോകാതെ ബാൽക്കണിയിലേക്ക് നടന്നവൾ നീറുന്ന നെഞ്ചോടെ ഓരോന്നും ഓർത്തു. യാമി. പെട്ടെന്നാണ് അഭി റൂമിൽ നിന്നും അവൾക്കടുത്തേക്ക് വന്ന് വിളിച്ചത്. യാമി അവനെ മെല്ലെ തിരിഞ്ഞു നോക്കി. താനിങ്ങനെ വിഷമിച്ചിരിക്കാതെടോ. അജു. അവൻ ആ ടെൻഡർ മിസ്സായ ദേഷ്യത്തിലും ശിവയോടുള്ള അരിശത്തിലും എന്തൊക്കെയോ ചോദിച്ചതാ. അല്ലാതെ താൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അവന് തന്നെ അറിയാം. അഭി ഒരു വല്ലായ്മയോടെ അവളെ നോക്കി പറഞ്ഞു. യാമി പക്ഷേ ഒരു വാടിയ പുഞ്ചിരിയോടെ അവനെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ അറിയാതെ അഭി ഒരു വല്ലായ്മയോടെ അവൾക്ക് അടുത്ത് നിന്ന് റൂമിലേക്ക് നടന്നു. സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒന്നും ആരുമില്ലാതെയുള്ള ജീവിതം യാമിയെ വല്ലാത്ത ഹൃദയവേദനയിലാഴ്ത്തി. സമയം മുന്നോട്ട് നീങ്ങിയാലും പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അവൾ ആ ബാൽക്കണിയിൽ തന്നെ ഇരുന്നു. 11:30 കഴിഞ്ഞിട്ടും റൂമിലേക്ക് വരാത്തവളെ തിരിഞ്ഞാണ് ശിവ റൂമിൽ നിന്നും പുറത്തിറങ്ങിയത്. അവൻ്റെ മുഖം ഇപ്പോഴും വലിഞ്ഞു മുറുകിയിട്ടാണുള്ളത്. താഴെ കിച്ചണിലും ഹാളിലുമെല്ലാം ലൈറ്റ് ഓഫ് ചെയ്ത് ഡോർ അടച്ചിരിക്കുന്നത് കാണെ പുകച്ചിരുന്ന സിഗരറ്റിൽ നിന്നും മാഞ്ഞൊരു പുകയെടുത്തുകൊണ്ടവൻ ബാൽക്കണിയിലേക്ക് നോക്കി. അവിടെ ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി തല ചായച്ചിരിക്കുന്നവളെ കണ്ടതും കടുപ്പമേറിയ മുഖഭാവത്തോടെ തന്നെ മുണ്ടൊന്നും മുറുക്കി കുത്തിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. പ്രിയപ്പെട്ടവൻ്റെ പെർഫ്യൂമും സിഗരറ്റ് കൂടിക്കലർന്ന ഗന്ധം ശ്വാസമായി മാറിയപ്പോൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ അരികെ വന്നത് അവൾ അറിഞ്ഞു. ആരെ കാണിക്കാനടി ഇവിടെ ഇരുന്ന് മോങ്ങുന്നത്? ശിവ അല്പം ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. യാമി നിറഞ്ഞ കണ്ണുകൾ കൈത്തണ്ടാൽ അമർത്തി തുടച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല. നീ മാമി, നിന്നോടെ ചോദിച്ചത് ആരെ കാണിക്കാൻ എവിടെ ഇരുന്ന് മോങ്ങുന്നത്? ശിവ പിന്നെയും ദേഷ്യത്തിൽ ചോദിച്ചു. യാമി മുഖം വീർപ്പിച്ചിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. മോങ്ങിക്കഴിഞ്ഞെങ്കിൽ എണീറ്റ് വന്ന് കിടക്കാൻ നോക്ക്, വാ. കലഞ്ഞു കലങ്ങി അവളുടെ കണ്ണും മുഖവും ഒക്കെ കാണെ അവൻ അല്പം മയത്തിലൊന്ന് പറഞ്ഞു. ഞാനല്ല, യാമി പരിഭവത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാനാണോ നിൻ്റെ പ്ലാൻ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ഇരുന്ന് മോങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിന്നോട് ഞാൻ അന്നേ ഇതൊക്കെ പറഞ്ഞു തന്നതാ. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് തെല്ല് ഗൗരവത്തോടെ പറഞ്ഞു. ഇതാ ഞാനങ്ങോട്ട് വരാത്തത്. വന്നിട്ട് ഇതുപോലെ നിൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാനല്ലേ? അവൾ മുഖം ഒന്നുകൂടെ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. അതിന് നീ റൂമിലേക്ക് വരണമെന്നൊന്നുമില്ല. പറയാനുള്ളത് എവിടെ നിന്നാലും ഞാൻ പറയും. ശിവ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ പറഞ്ഞു, യാമി ചൂടിയോടെ പറഞ്ഞു. പറയാം, പക്ഷെ പറയുന്നത് കേട്ട് നിൽക്കാൻ നിനക്കൊരു ത്രാണി വേണ്ടേ? വാ വന്നേ, നല്ല വിശപ്പ്. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ പോയി സമാധാനത്തോടെ വഴക്കുണ്ടാക്കാം. ശിവ അവളെ വിളിച്ചുകൊണ്ട് അല്പം മുന്നോട്ട് നടന്നു. പിന്നെ അവൾ കൂടെ വരില്ലെന്ന് കാണി ഒന്ന് തിരിഞ്ഞു നോക്കി. യാമി അവനെ പരിഭവവും സങ്കടവും കലർന്നൊരു ഭാവത്തോടെ നോക്കി നിൽക്കുകയാണ്. വാടി മാമി, അവൻ അവളെ നോക്കിയൊരു താളത്തിൽ പറഞ്ഞുകൊണ്ട് കൈനീട്ടി അവളുടെ കൈത്തണ്ടിൽ പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. തൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നവനെ അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി. അടുക്കളയിലേക്ക് കയറിയതും അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ യാമി അവന് വേണ്ട ഭക്ഷണം വിളമ്പി അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതിപ്പോൾ രണ്ടാളും ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിക്കണോ? ശിവ അവളെ ചോദ്യത്തോടെ നോക്കി. എനിക്ക് വേണ്ട, നീ കഴിച്ചോ, യാമി കെറുവോടെ പറഞ്ഞു. എന്നിട്ട് ഞാൻ കഴിക്കുന്നത് നോക്കി നീ കൊതി ഇറക്കാനോ? ദേ മാമി, സ്നേഹം കൊണ്ട് പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ വയറ് ചീത്തയാവാതിരിക്കാൻ വേണ്ടി പറയാ. എന്തേലും എടുത്ത് കഴിക്കടി, അവനൊരു ചൊടിയോടെ പറഞ്ഞു. അത് കേട്ടതും യാമി ദേഷ്യത്തോടെ അവനെ നോക്കി. പിന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ഇത്തിരി ചോറെടുത്ത് അവളും കഴിച്ചു. ശിവയുടെ ചുണ്ടിലൊരു ചിരി മിന്നി മാഞ്ഞെങ്കിലും അത് പുറമെ കാണിക്കാതെ അവൻ മൗനമായി അവൾക്കൊപ്പം കഴിച്ചെണീച്ചു. റൂമിലേക്ക് കയറി ശിവ ഡോർ ലോക്ക് ചെയ്യാൻ നിന്നതും യാമി ഒന്നും മിണ്ടാതെ ഒരു പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് ബെഡിനൊരു സൈഡിലായി കിടന്നു.
ശിവ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് അവൾക്ക് അപ്പുറമായി വന്ന് കിടന്നു. ഡി മാമി. തന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ ചെരിഞ്ഞു കിടക്കുന്നവളെ ശിവ മെല്ലെ വിളിച്ചു. യാമി ഒന്നും മിണ്ടാതെ കിടന്നു. ഡി മാമി, എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ നിനക്ക്? കഴിച്ചു വന്നിട്ട് പറയാനുള്ളത് പറയാമെന്ന് പറഞ്ഞില്ലേ ഞാൻ? അവൻ അവളുടെ തോളിൽ പിടിച്ച് ബലമായി നേരെ കിടത്തിക്കൊണ്ട് ചോദിച്ചു. നീ പോടാ, എനിക്കൊന്നും കേൾക്കണ്ട. യാമി അവനെ നോക്കി ചൂടിയോടെ പറഞ്ഞു. പിന്നെ കേൾക്കാതെ നീയല്ലേ പറഞ്ഞത് പറഞ്ഞോ കേൾക്കാന്ന്? ശിവ കെറുവോടെ ചോദിച്ചു. അതപ്പോഴല്ലേ, ഇപ്പം എനിക്ക് കേൾക്കാൻ സൗകര്യമില്ല. ആവശ്യമുള്ളപ്പോൾ 2 വാക്ക് എനിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയാത്തവനാ ഇപ്പോൾ എന്നെ വഴക്ക് പറയാൻ വന്നേക്കുന്നത്. യാമി മുറുമുറുപ്പോടെ പറഞ്ഞു. എന്ത്? അവൾ പറഞ്ഞത് വ്യക്തമായി കേട്ടെങ്കിലും ശിവ ഒരു ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല. യാമി ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു. അങ്ങനെ പറയാതെ മാമി. അപ്പോൾ 2 വാക്ക് ഞാൻ പറയാൻ പറ്റാത്തതിൽ സങ്കടമുണ്ടെങ്കിൽ ഇപ്പം ഞാനതിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാം. വാ. അവൻ അവളെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു. എന്ത്? യാമി ഒരു ചൊടിയോടെ തെല്ല് ദേഷ്യത്തോടെ അവനെ മുഖം ചിരിച്ചു നോക്കി. ദേ, ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാം വാന്ന്. ശിവയെ അവളെ ഒരു ചിരിയോടെ വലിച്ച് നെഞ്ചിലേക്ക് ചായച്ചുകൊണ്ട് പറഞ്ഞതും അത്രയും നേരം അടക്കി പിടിച്ചൊരു സങ്കടവും ദേഷ്യവും അടക്കാനാവാതെ അവൾ അവൻ്റെ തോളിൽ പല്ലുകൾ ആഴ്ത്തി ശക്തമായി പിന്നോട്ട് തള്ളി കഴിഞ്ഞിരുന്നു. ചെരിഞ്ഞു കിടന്നവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചവൻ പെട്ടെന്നുള്ള അവളുടെ കടയിൽ വേദനയിൽ കണ്ണുകൾ ഇറുക്കെ അടച്ച് പിന്നോട്ടാഞ്ഞു പോയെങ്കിലും അതേ വേഗത്തിൽ തന്നെ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു അവൻ. നീ എന്നെ കടിച്ചു തിന്നോട് വെടക്കെ. അവൾ കിടക്കുന്നതിന് മേലായി ദേഹം ചായച്ചു കൊണ്ടവൻ അവളെ നോക്കി കണ്ണുരട്ടി ചോദിച്ചു. തിന്നു. എന്നെ തുടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? യാമി പിന്നെയും കണ്ണുനീർ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളോടെ ഉള്ളു വിങ്ങി നിൽക്കുന്ന ഒരു നൊമ്പരത്തോടെ പറഞ്ഞു. അവളുടെ സ്വരം വല്ലാതെ ഇടറുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. പറഞ്ഞതല്ല ഞാൻ, പ്രശ്നമുണ്ടാവും. കമ്പനിയിൽ പോകണ്ട. അവളുടെ ചുവന്ന കൺതടങ്ങളിലൂടെ ചൂണ്ടുവിരലഴിച്ചു കൊണ്ടവൻ തീർത്തും ശാന്തമായി അവളോട് ചോദിച്ചു. അവൾക്ക് മേലെ എന്ന പോലെയാണ് അവൻ്റെ കിടപ്പ് എങ്കിലും ആ ദേഹം അവൾക്ക് മേൽ അമർന്നു പോകാതെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. യാമിയുടെ കണ്ണുകൾ അവനെ നോക്കി ശക്തമായി നിറഞ്ഞു. അവൻ്റെ മുഖം വ്യക്തമാവാത്ത വിധം കണ്ണുനീർ തുളുമ്പി നിൽക്കുന്ന മിഴികൾ. പ്രശ്നമുണ്ടാവും. ഉണ്ടായ ഞാൻ ഇടപെടില്ലെന്നും ഞാൻ പറഞ്ഞിരുന്നു. മറന്നുപോയോ? തള്ളവിരൽ അവളുടെ കൺപോളകൾ മെല്ലെ അടച്ച് തുളുമ്പി നിന്ന കണ്ണുനീരവൻ അവളുടെ കവിളിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് ചോദിച്ചു. അവൻ്റെ സൗമ്യമായുള്ള ചോദ്യത്തിൽ അവളുടെ ഹൃദയനൊമ്പരം കൊണ്ട് വിങ്ങി വീർത്തു. തുറന്നു പറയാൻ കഴിയാത്ത 1000 പരിഭവങ്ങളോടെ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി കിടന്നുപോയി. ഇനിയും അവർക്കൊപ്പം കമ്പനിയിൽ പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇതുപോലെ ഇനിയും ഒത്തിരി പഴി കേൾക്കേണ്ടി വരും. നിനക്ക് കൂട്ടിനാരുമില്ലാതെ ഒറ്റയ്ക്ക് നിന്നവർക്ക് വേണ്ട മറുപടി കൊടുക്കേണ്ടി വരും. ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി അവരോടൊന്നും സംസാരിക്കില്ല. അവളുടെ ചുവന്ന് കലങ്ങിയ മുഖത്തേക്ക് നോക്കി അവനൊരു കുഞ്ഞു ചിരിയോടെ ആ മുഖത്തൂടെ മെല്ലെ വിരൽ ഇഴച്ചുകൊണ്ട് പറഞ്ഞതും വിതുമ്പി തുടങ്ങിയ അതരങ്ങൾ കടിച്ചു പിടിച്ചുകൊണ്ടവൾ അവനിൽ നിന്നും മെല്ലെ നോട്ടം മാറ്റി. പിന്നെ ഞാൻ കൂടെ നിൽക്കുന്നില്ല എന്നോർത്ത് വല്ലാത്ത സങ്കടം വരുന്നുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാൻ എനിക്കൊരു വഴിയേ അറിയും. ദേ, ഈ കയ്യോ കാലോ ചെറുതായിട്ടൊന്ന് ഒടിച്ച് കുറച്ച് ദിവസം ഇങ്ങനെ ഇവിടെ തന്നെ കിടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തരിക. അത് വേണോ? മുഖം തിരിച്ച് കിടക്കുന്നവളുടെ താടിയലിൽ ചൂണ്ടുവിരലാൽ തൊട്ടവനെ നേർക്ക് തിരിച്ചു കൊണ്ടവൻ ചോദിച്ചതും യാമിയുടെ മുഖം തെല്ലൊരു ദേഷ്യത്തിൽ വീർത്തു തുടങ്ങിയിരുന്നു. വേണ്ടേ? ശിവ ചിരിയോടെ ചോദിച്ചു. പോടാ, നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ചെയ്യില്ലെന്ന് എനിക്കറിയാം. യാമി അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പിന്നോട്ട് മറച്ചിട്ടുകൊണ്ട് പറഞ്ഞു. ശിവ കൂടുതൽ ബലം പിടിക്കാതെ അവളുടെ ആ തള്ളലിൽ ചെറു ചിരിയോടെ ബെഡിലേക്ക് മലർന്നു കിടന്നു. നിനക്കൊന്നും അറിയില്ല എൻ്റെ ഭാര്യയെ. ശിവ സീലിംഗ് ഫാനിലേക്ക് നോക്കി ഒരു നിശ്വാസത്തോടെ അവളോട് പറഞ്ഞു. ഭാര്യയോ? യാമി അവനെ കണ്ണു കൂർപ്പിച്ചവനെ നോക്കി. പിന്നെ 6 മാസത്തേക്ക് നീ എൻ്റെ ഭാര്യയല്ലേ? ശിവ ചൂടിയോടെ അവളെ നോക്കി ചോദിച്ചു. 6 മാസമൊക്കെ പണ്ട്. ഇനി ഒരു 2.5-3 മാസം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട് നോക്കിപ്പോവും. എനിക്ക് വയ്യ ഇങ്ങനെ അധികപറ്റായി ജീവിക്കാൻ. യാമി തെല്ല് ദേഷ്യത്തോടെ പറഞ്ഞതും ശിവയകളെ മുഖം ചെരിച്ചൊന്ന് നോക്കി. നോക്കണ്ട, നീ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ. അന്ന് അഡ്മിഷൻ എടുത്ത് എന്നെ അങ്ങ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരുന്നോ? യാമി മുഖം തുറച്ചൊരു ദേഷ്യത്തോടെ അവനെ നോക്കി. പിന്നെ എനിക്ക് കിട്ടാനുള്ള ഡിവോഴ്സ് കിട്ടാതെ നിന്നെ ഞാൻ എങ്ങനെ അയക്കും? നടക്കുന്ന കാര്യം വല്ലതും പറ മാമി. ശിവയൊരു പുച്ഛഭാവത്തിൽ അവളിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു. നടക്കില്ല. എനിക്കറിയാം. നിനക്കെപ്പോഴും നിന്റെ കാര്യമേ വലുത്. ബാക്കിയുള്ളവരെന്തായാലും നിനക്ക് പ്രശ്നമേ അല്ല. യാമി ആരോടൊന്നില്ലാതെ പറഞ്ഞു. അതേടി, എനിക്ക് എൻ്റെ കാര്യം തന്നെയാണ് വലുത്.
അതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഈ പറഞ്ഞ നിനക്ക് വരെ സ്വന്തം കാര്യം തന്നെയാണ് വലുത് അല്ലെന്ന് പറയാൻ കഴിയോ നിനക്ക്? ശിവ വല്ലാത്തൊരു ശൗര്യത്തോടെ അവളോട് ചോദിച്ചതും പെട്ടെന്ന് മാറി അവൻ്റെ ഭാവം കാണെ പതർച്ചയോടെ അവനെ നോക്കി യാമി. അന്ന് നിന്റെ വീട്ടിൽ വെച്ച് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് സച്ചു വാദിച്ചപ്പോൾ എൻ്റെ മോൾ കേട്ട പാതി കേൾക്കാത്ത പാതി അതിൽ നിന്ന് തല കുലുക്കിയത് എന്നെ ഓർത്തിട്ടായിരുന്നു? അല്ലല്ലോ. നിനക്ക് അവിടുന്ന് രക്ഷപ്പെടണം എന്നല്ലേ ചിന്തിച്ചത്? അതുപോലെ കാര്യത്തോടെ അടുക്കുമ്പോൾ എല്ലാവർക്കും സ്വന്തം കാര്യം തന്നെയാണ് വലുത്. അത് നിനക്കെന്നല്ല, ആർക്കായാലും അങ്ങനെ തന്നെ. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും എതിർത്ത് പറയാൻ വാക്കുകൾ നഷ്ടമായവൾ മൗനമായി പോയി. പതിവില്ലാത്ത ഗൗരവത്തിലുള്ള അവൻ്റെ ദേഷ്യം യാമിയെ ആ രാത്രിയിലുടനീളം മൗനത്തിലേക്ക് തള്ളിവിട്ടു. പിന്നെ അങ്ങോട്ട് അവളോടൊന്നും മിണ്ടിയില്ല. അവൻ പറഞ്ഞതിലും ശരിയുണ്ട്. എല്ലാവർക്കും സ്വന്തം കാര്യം തന്നെയാണ് വലുത്. അന്ന് സച്ചുവേട്ടൻ്റെ ആ ചോദ്യത്തിന് താനൊരിക്കലും സമ്മതം മൂളരുതായിരുന്നു. കണ്ണിൽ ഉറക്കം വരുവോളം യാമി അതാണ് ചിന്തിച്ചതെങ്കിൽ താൻ സ്നേഹിക്കുന്നവളെ, തൻ്റെ ഭാര്യയായവളെ എല്ലാ അവകാശത്തോടു കൂടിയും ഒന്ന് ചേർത്ത് പിടിക്കാനോ അവളുടെ മനസ്സ് പിടയുമ്പോൾ ഒരാശ്വാസം നൽകാനോ കഴിയാത്ത തൻ്റെ അവസ്ഥയോർത്ത് സ്വയം പഴിക്കുകയായിരുന്നു ശിവ. പക്ഷേ തൻ്റെ ഉള്ളിലെ ദേഷ്യം അത് തനിക്കിങ്ങനെ തീർക്കാനാവൂ? അവൻ്റെ ഉള്ളം ആരോടൊക്കെയോ ഉള്ള ദേഷ്യത്തിൽ കനലായി എരിഞ്ഞു. കുഞ്ഞോളുടെയും സച്ചുവിൻ്റെയും വിവാഹ ദിവസം അടുത്തുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും വിവാഹത്തിൻ്റെ ഷോപ്പിങ്ങിനായി ഇറങ്ങുകയാണ്. ശിവ പക്ഷേ ഒന്നിലേക്കും ഇല്ലാതെ യാമി കോഫിയുമായി റൂമിലേക്ക് വരും മുമ്പേ പതിവിലും നേരത്തെ ഓഫീസിലേക്ക് ഇറങ്ങി. നേരെ പുലർന്നതിന് ശേഷം പരസ്പരം മിണ്ടാതെയും ഒന്ന് കാണാതെയും പോയവനെ അറിയെ ഇന്നലെയുള്ളവൻ്റെ ദേഷ്യം കുറഞ്ഞില്ലേ എന്നൊരു വീർപ്പുമുട്ടലോടെയാണ് യാമി അവർക്കൊപ്പം ഷോപ്പിങ്ങിനായി ഇറങ്ങിയത്. സച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് സച്ചുവും അവൻ്റെ വീട്ടുകാരും ഇവിടെ നിന്ന് ശിവയും ശേഖരനും ഒഴികെ ബാക്കി എല്ലാവരും ഷോപ്പിങ്ങിനായി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ജ്വല്ലറിയിലേക്കാണ് പോയത്. സച്ചുവും കുഞ്ഞോളും ചേർന്ന് താലിമാല തിരഞ്ഞെടുക്കുമ്പോൾ സുഭദ്രാമയും തനുവും ആവശ്യത്തിൽ കൂടുതൽ ആഭരണങ്ങൾ നോക്കി വാങ്ങിക്കുന്നുണ്ട്. പാറും യാമിയും അവരുടെ സെലക്ഷനൊക്കെ നോക്കി വെറുതെ ഇരുന്നു. യാമി എന്താ ഒന്നും എടുക്കാത്തത്? ആവശ്യമുള്ളത് നോക്കി എടുക്കടോ. അബി ഒരു ചിരിയോടെ അവർക്ക് അടുത്തേക്ക് വന്ന് പറഞ്ഞു. പുഞ്ചിരിയോടെ അടുത്ത് വന്നവനെ അറിഞ്ഞെങ്കിലും പാറു അവനെ കാണാത്ത ഭാവത്തിൽ ഒരിരിപ്പായിരുന്നു. അരികിൽ നിൽക്കുമ്പോൾ ആ കണ്ണുകൾ തന്നിൽ മാത്രമാകുമെന്ന് അവൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഗൗരവത്തോടെയാണ് പെണ്ണിൻ്റെ ഇരിപ്പ്. എനിക്കൊന്നും വേണ്ട ചേട്ടാ, ആവശ്യത്തിനുള്ളതൊക്കെ ഇപ്പം അടുത്തല്ലേ അമ്മ വാങ്ങി തന്നത്, അതൊക്കെ മതി. യാമി ചെറു ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. ഏയ്, അത് പറ്റില്ല. വിവാഹമായിട്ടൊന്നും എടുക്കാതെ എങ്ങനെയാ? തനിക്കിഷ്ടമുള്ള എന്തെങ്കിലും എടുക്ക്. ഒപ്പം ദേ കൂടെയുള്ള ആൾക്ക് കൂടെ എന്താ വേണ്ടതെന്ന് ചോദിക്ക്. ആബി യാമിക്കടുത്തുള്ള കസേരയിൽ ഇരുന്ന് മനോഹരമായൊരു ചിരിയോടെ പാറുവിനെ കണ്ണ് കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതും യാമി ഒരു ചിരിയോടെ അവനെ ഒന്ന് കണ്ണു കൂർപ്പിച്ചു നോക്കി. ആബി അവളെ നോക്കി ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു. പാറുന് എന്താ വേണ്ടേ? ഇഷ്ടമുള്ളത് നോക്ക്, നമുക്ക് വാങ്ങിക്കാം. എനിക്കൊന്നും വേണ്ട ഏട്ടത്തി. വേണ്ടത് ഞാൻ എൻ്റെ ഏട്ടനോട് പറയുന്നുണ്ട്, ഏട്ടൻ വാങ്ങിത്തരും. പാറ് അബിയെ നോക്കി ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് യാമിയോടായി പറഞ്ഞു. ഹാ, നിന്റെ ശിവേട്ടൻ തന്നെയാണ് നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിത്തരണമെന്ന് പറഞ്ഞേൽപ്പിച്ചത്. നീ പറ, നിനക്ക് എന്താ വേണ്ടത്? യാമി ചെറിയൊരു കാര്യഭാവത്തോടെ അവളെ നോക്കി പറഞ്ഞു. കള്ളം. യാമി ആ പറഞ്ഞത് വിശ്വാസം വരാതെ പാറു അവളെ സൂക്ഷിച്ചു നോക്കി. കള്ളമോ? അതെന്താ? നിനക്ക് വേണ്ടത് വാങ്ങിത്തരാൻ നിന്റെ ശിവേട്ടൻ പറയില്ലേ? യാമി അവളെ നോക്കി ചൊടിയോടെ ചോദിച്ചുകൊണ്ട് അടുത്തിരുന്ന അബിയൊന്ന് നോക്കി. അതൊക്കെ പറയും, പക്ഷെ ഇന്ന് പറഞ്ഞു ശരിക്കും? പാറു സംശയത്തോടെ അവളോട് ചോദിച്ചു. പറഞ്ഞു. അരികിലേറെ മോഹത്തോടെ ഇരിക്കുന്നവനെ കാണാൻ യാമി ഒരു കള്ളം പറഞ്ഞു. എന്നാ എനിക്കൊരു മൂക്കുകുത്തി വാങ്ങിത്തരുമോ? അബി കേൾക്കാതെ പാറു യാമിയുടെ കാതിൽ രഹസ്യമായി ചോദിച്ചു. അബി അവളെന്താ പറയുന്നത് എന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ കാതോർത്തിരിക്കുകയാണ്. അതിന് നീ മൂക്ക് കുത്തിയിട്ടുണ്ടോ? യാമി അവളെ നോക്കി അബി കേൾക്കും വിധം ശബ്ദത്തിൽ ചോദിച്ചതും അബിയുടെ കണ്ണുകൾ പാറുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അല്പം നീണ്ടു മെലിഞ്ഞ അവളുടെ മൂക്കാൻ ശ്രദ്ധിച്ചു നോക്കി. കുത്തിയാൽ അവൾക്ക് ചേർച്ചയുണ്ടാമോ? പെണ്ണിനെ വേദനിക്കില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാ ഈ മൂക്ക് കുത്തുന്നത്? അല്ലാതെ തന്നെ ഭംഗിയുണ്ടല്ലോ. ഒരു 100,000 ചോദ്യങ്ങളോടെ അവൻ്റെ ഹൃദയം തുടിച്ചു. ഇല്ല, ഇവിടുന്ന് കുത്തിത്തരുമല്ലോ ഇല്ലേ? പാറു ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. കുത്തിയൊക്കെ തരും, പക്ഷേ നിനക്ക് വേദനിക്കില്ലേ? യാമി അവളെ നോക്കി പിന്നെയും ചോദിച്ചു. ചെറിയ വേദനയല്ലേ, ഞാൻ സഹിച്ചോളാം. പാറു ചിരിയോടെ പറഞ്ഞതും അബി ഒന്ന് നോക്കിക്കൊണ്ട് യാമി അവളുടെ കൈ പിടിച്ച് എഴുന്നേറ്റ് സച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. സച്ചേട്ടാ, ദേ ഇവൾക്ക് മൂക്ക് കുത്തണമെന്ന്. കുത്തിച്ചോട്ടെ? ഒരു അനുവാദത്തിന് എന്നോണം യാമി സച്ചുവിനെ നോക്കി ചോദിച്ചതും സച്ചു ചെറിയൊരു കണ്ണുമേച്ചിലോടെ പാറുവിനെ നോക്കി. വേദനിക്കില്ലേടി?
ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പാറുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇത്തിരി വേദനയെ കാണൂ ഏട്ടാ. രേവതിയൊക്കെ കുത്തിയല്ലോ, എനിക്കും കുത്തണം. പാറു അവൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയോട് ചോദിച്ചോ നീ? കാതും മൂക്കുമൊക്കെ എവിടുന്നാ കൊത്തുന്നത് എന്നൊന്ന് തിരഞ്ഞുകൊണ്ടവൻ അവളോട് ചോദിച്ചു. അതൊക്കെ ഞാൻ ചോദിച്ചോളാം, ഏട്ടന് സമ്മതമല്ലേ? പാറു ചിരിയോടെ ചോദിച്ചു. വേദന സഹിക്കാൻ നീ റെഡിയല്ലേ? സച്ചു അവളെ നോക്കിക്കൊണ്ട് മറു ചോദ്യം ചോദിച്ചു. അതൊക്കെ റെഡിയാണ്, പാറു നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. എന്നാ വാ. സച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനു. എങ്ങോട്ട്? ഏട്ടൻ വരണ്ട, ദേ അവിടെ തന്നെയല്ലേ എൻ്റെ കൂടെ ഏട്ടത്തിയുണ്ട്. ഏട്ടൻ പോയി അതൊക്കെ സെലക്ട് ചെയ്യേ, അല്ലേ ഏട്ടത്തി? പാറു ചിരിയോടെ സച്ചുവിനെ കുഞ്ഞോളുടെ അരികിലേക്ക് തന്നെ തള്ളിയിരുത്തിക്കൊണ്ട് പറഞ്ഞു. അതെ, സച്ചേട്ടൻ വരണ്ട, ഞാൻ പൊക്കോളാം. യാമിയമ്മ ഒരു ചിരിയോടെ പറഞ്ഞതും സച്ചു മനസ്സില്ലാ മനസ്സോടെ അവിടെ തന്നെ ഇരുന്നു. യാമി പാറുവിനെ കൂട്ടി മൂക്കു കുത്തുന്നിടത്തേക്ക് നടന്നതും അപ്പുറം മാറി നിന്ന അഭിയും അവർക്ക് പിന്നാലെ ചെന്നു. ഇങ്ങനെന്തിനാ നമ്മുടെ കൂടെ വരുന്നേ? കൂടെ വരുന്ന അഭിയെ കണ്ടതും പാറു അവനെ ഒന്ന് കെറുവോടെ നോക്കിക്കൊണ്ട് യാമിയോട് ചോദിച്ചു. ഒരു നല്ല കാര്യത്തിന് പോവുകയല്ലേ, പേടിക്കൊരാൺതരി കൂടെ ഉള്ളത് നല്ലതാ, നീ വാ. യാമി നമ്മളെ നോക്കി ചിരിയോടെ പറഞ്ഞു. എന്നാ പിന്നെ ഏട്ടനെ തന്നെ വിളിച്ചൂടായിരുന്നോ? ഈ പേടിത്തൊണ്ടനെ എന്തിനാ വിളിച്ചേ? പാറു അഭിയെ ഇടങ്ങണ്ണിട്ട് നോക്കി ചോടിയോടെ ചോദിച്ചു. പേടിത്തൊണ്ടൻ ഞാനല്ല, നിന്റെ ഏട്ടനാ, ആ വവ്വാലി. പെണ്ണിൻ്റെ വർത്താനം കേൾക്കെ അഭി ഒരു മുറുമുറുപ്പോടെ പറഞ്ഞു. താൻ പോടോ, താൻ തന്നെയാ പേടിത്തൊണ്ടൻ, പാറു വിട്ടുകൊടുക്കാതെ പറഞ്ഞു. നിൽക്കുന്നത് ജ്വല്ലറി ആയതുകൊണ്ടോ പെണ്ണിൻ്റെ നാക്കിന് എല്ലില്ലാത്തതുകൊണ്ടോ അഭി കൂടുതൽ തർക്കത്തിന് നിന്നില്ല. അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് മൂക്കും കുത്തി സെലക്ട് ചെയ്യാനും മറ്റും അവർക്കൊപ്പം തന്നെ നിന്നു. ചുവന്ന കല്ലുള്ളൊരു മൂക്കുത്തി എടുത്ത് പാറു കയ്യിൽ പിടിച്ച് കണ്ണാടിയിലേക്ക് നോക്കിയതും പിന്നിൽ നിൽക്കുന്നവൻ്റെ മുഖം അവളെ കണ്ണെടുക്കാതെ ഉറ്റുനോക്കുന്നത് അവൾ കണ്ടെങ്കിലും മൈൻഡ് ചെയ്തില്ല. ഇത് കൊള്ളാവോ ഏട്ടത്തി? പാറു ചിരിയോടെ യാമിയോട് തിരക്കി. കൊള്ളില്ല, യാമി പറയും മുന്നേ അഭി മറുപടി പറഞ്ഞു. അതിന് ഞാൻ ഇയാളോട് ചോദിച്ചോ? ഏട്ടത്തി പറ, ഇത് വാങ്ങിയില്ലേ? അഭിയുടെ മറുപടി കേട്ട് അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചു കൊണ്ടവൾ യാമിയെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. കുഴപ്പമില്ല, എന്നാലും നമുക്ക് വേറെ നോക്കാം. യാമി ഒരു പരങ്ങളോടെ പറഞ്ഞതും പാറു എരിയുന്ന കണ്ണോടെ അഭിയെ നോക്കി. അവനത് കാണാത്ത ഭാഗത്തിൽ നിന്നു. ഇതോ? പാറു മറ്റൊന്നെടുത്ത് യാമിക്ക് നേരെ നീട്ടി. യാമി അഭിയെ ഒന്ന് നോക്കി അവൻ മെല്ലെ വേണ്ടെന്ന് തലയനക്കിയതും യാമി അതുപോലെ അവളോട് തലയനക്കി. അങ്ങനെ ഒരു 3-4 എടുത്തു നോക്കി അവസാനമാണ് ഒരു വെള്ളക്കല്ല് വെച്ച മൂക്കുത്തിയെടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അത് മെല്ലെ അവളൊന്ന് വെച്ച് നോക്കിയതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി ചുണ്ടിൽ പുഞ്ചിരി എരിഞ്ഞു. ആ പുഞ്ചിരി കണ്ടവൻ്റെ മനസ്സ് വായിച്ചതുപോലെ യാമിയും അത് ഇഷ്ടമായി എന്ന് പറഞ്ഞതും പാറു അഭിയെന്ന് നോക്കി. എന്നെ നോക്കണ്ട, ഞാൻ കൊള്ളില്ലെന്നേ പറയൂ, അഭി പെട്ടെന്ന് പറഞ്ഞു. ചേട്ടാ, ഇത് മതി. അഭി ഉദ്ദേശിച്ചതുപോലെ അവനോടുള്ള വാശിപ്പുറത്ത് അത് തന്നെ എടുത്തു. ഈ പോയിന്റ് കറക്റ്റ് അല്ലേ? ഒരു പേന കൊണ്ട് പാറുവിൻ്റെ മൂക്കിൽ അടയാളം ഇട്ടുകൊണ്ട് അയാൾ ചോദിച്ചതും പാറു കണ്ണാടിയിൽ നോക്കി അതി എന്ന് തലയനക്കി. പിന്നീട് അയാൾ മൂക്കു കുത്താനായി ഗണ്ണുമായി അടുത്തേക്ക് വന്നതും പാറുവിനേക്കാൾ നെഞ്ചിരിപ്പേറിയത് അഭിക്കായിരുന്നു. അവൻ അവളെ അത്രയും സൂക്ഷ്മമായി നോക്കി. ആ നീഡിൽ അവളുടെ മൂക്കിന് സൈഡിൽ തുളച്ചു കയറിയതും പാറു എരിവ് വലിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കെ പൂട്ടി. കുഴപ്പമില്ലല്ലോ, അഭി ഒരു പിടപ്പോടെ അവളോട് തിരക്കി. യാമി അഭി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവിടെ ഇരിക്കുകയാണ്. അവൻ്റെ നെഞ്ചിലെ പിടപ്പും മുഖഭാവവും പാറുവിന് അവൻ എത്രത്തോളം ഇഷ്ടമാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു. അതേസമയം ഇന്ന് നേരം പുലർന്നിട്ടൊരു നോക്ക് കാണാനോ വായിക്കിട്ടാണെങ്കിലും ഒരു വാക്ക് മിണ്ടാനോ നിൽക്കാതെ പോയ അവളുടെ ആ വെട്ടുപോത്തിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. ശരിക്കും വെട്ടുപോത്ത് തന്നെ. അവളുടെ മനസ്സ് അവനോട് പരിഭവിച്ചു. പച്ച ഇറച്ചി സൂചി കുത്തിയിറക്കിയ പിന്നെ നോവില്ലേ? പ്രതീക്ഷിച്ചതിനേക്കാൾ നൊന്തതും ആ നോവിൻ്റെ കടുപ്പത്തിൽ പാറും മൂക്ക് പൊത്തി പിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ ഈർഷ്യയോടെ അവനോട് പറഞ്ഞു. നോക്കട്ടെ, കൈയെടുത്തേ. അഭി അത്രയും സ്നേഹത്തോടെ അവൾക്ക് അടുത്തേക്ക് കുനിഞ്ഞുകൊണ്ട് പറഞ്ഞതും പാറു കണ്ണിറുക്കി പൂട്ടി മൂക്ക് പൊത്തി അങ്ങനെ തന്നെ ഇരുന്നു. പാറു, കൈയെടുത്തേ നോക്കട്ടേന്ന് അഭി മെല്ലെ അവളുടെ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിക്ക്, ഞാൻ മാറ്റാം, എനിക്ക് വേദനിക്കുന്നു. ഇത്ര വേദനയുണ്ടാവോ? അവനോടുള്ള ദേഷ്യം മറന്നൊരു പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് മുഖത്തെ കൈമാറ്റി അവനെ മുഖം ഉയർത്തി നോക്കിയതും അഭിയുടെ കണ്ണുകൾ നിറഞ്ഞ പ്രണയത്തോടെ അവളെ നോക്കി. അടിപൊളി, യാമി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ആണോ? പാറു വേദനയിൽ നെറ്റിച്ചുളിച്ചൊരു ചിരിയോടെ യാമയെ നോക്കി ചോദിച്ചു. പിന്നല്ലാതെ, കൊള്ളാം, നന്നായി ചേരുന്നുണ്ട് അല്ല അഭിയേട്ടാ? യാമി ചിരിയോടെ പറഞ്ഞതും പാറു അഭിയെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തെ പുഞ്ചിരി കാണെ അത് മൈൻഡ് ചെയ്യാൻ സച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. അതെത്രയാ? മൂക്ക് കുത്തിയത് എല്ലാവരെയും നടന്നു കാണിക്കുന്നോളെ നോക്കി യാമി ഒരു ചിരിയോടെ ആ സ്റ്റാഫിനോട് ചോദിച്ചു. അത് ഞാൻ കൊടുക്കാം യാമി,
അബി പതിഞ്ഞൊരു സ്വരത്തിൽ അവൾക്ക് അടുത്തേക്ക് വന്ന് പറഞ്ഞതും യാമി അവനെ മുഖം ചെരിച്ചൊന്ന് നോക്കി. പ്ലീസ്, ഞാൻ കൊടുക്കാം, നീ രുദ്രൻ്റെ വകയാണെന്ന് പറഞ്ഞാൽ മതി. അവനൊരു ചളിപ്പോടെ അവളെ നോക്കി പറഞ്ഞതും യാമി ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഇതിൻ്റെ ബില്ലൊന്ന് പെട്ടെന്ന് തരണം, അബി ചുറ്റും നോക്കിക്കൊണ്ട് ആ സ്റ്റാഫിനോട് പറഞ്ഞതും അയാളൊരു ചിരിയോടെ അത് ചെയ്തു. അജുവും അനിയും പുറത്ത് കാറിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരറിയില്ല എന്നൊരു സമാധാനമുണ്ട് അവന്. എല്ലാവർക്കും ഇടയിൽ നിന്നും കുറച്ച് മാറിയിരുന്ന യാമി അവൾക്കൊപ്പം വന്നവരെ ഒന്ന് വന്ന് വെറുതെ നോക്കി. സച്ചും കുഞ്ഞോളും സച്ചുവിൻ്റെ അമ്മയും അച്ഛനും പാറും ഒക്കെ ചിരിയോടെ അവർക്ക് വേണ്ട ഓരോന്നും വാങ്ങുമ്പോൾ താനും സുഭദ്രാമയും പുതിയ ഡിസൈനുകൾ കണ്ടെത്തുന്ന തിരക്കിലാണ്. അവർക്കിടയിൽ താൻ മാത്രം തനിച്ചൊന്നൊരു തോന്നൽ വന്നതും പ്രിയപ്പെട്ടവൻ്റെ മുഖം അവളുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തി. ഒന്ന് വിളിച്ചാലോ, അവൾ ഓർത്തു. എന്താടി മാമി എന്നും ചോദിച്ച് ചാടി കടിക്കും. എന്നാലും ഒന്ന് വിളിച്ചു ചോദിക്കാം. ഒറ്റപ്പെട്ട ഹൃദയം കൊതിയോടെ അവളോട് പറഞ്ഞതും അവൾ തൻ്റെ മൊബൈലെടുത്ത് അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. മറുഭാഗത്തു നിന്നും റിങ് കേട്ട് തുടങ്ങിയതും അവൻ കോൾ എടുത്താൽ എന്ത് സംസാരിക്കുമെന്നറിയാതെ അവളുടെ ഹൃദയം വെപ്രാളം കൊണ്ടു. പറ. കോൾ എടുത്തതും ഒരു ഹലോ പോലും ചോദിക്കാതെ അവൻ പറഞ്ഞത് കേൾക്കെ യാമി ഒന്ന് അതിശയിച്ചു. അപ്പോൾ തൻ്റെ നമ്പർ അവൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നോ? ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. യാമിയുടെ കോൾ അറ്റൻഡ് ചെയ്ത് ഓഫീസിൽ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞുകൊണ്ടവൻ അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു. നീ ഓഫീസിലാണോ? യാമി പതിവില്ലാത്തൊരു പരുങ്ങലോടെ അവനോട് ചോദിച്ചു. എന്തേ? ശിവ പതിവ് പോലെ തന്നെ കാര്യം അന്വേഷിച്ചുകൊണ്ട് അവൻ്റെ ചെയറിലേക്കിരുന്നു. ഞങ്ങളിവിടെ ജ്വല്ലറിയില്ല. പരസ്പരം ഇഷ്ടം പറഞ്ഞതിന് ശേഷം ആദ്യമായി തൻ്റെ കാമുകനോട് സംസാരിക്കും പോലെ യാമിയുടെ ഹൃദയം വല്ലാതെ വേഗത്തിൽ മിടിച്ചു. നീ കാർഡ് എടുത്തില്ലേ? ശിവ സംശയത്തോടെ അവളോട് ചോദിച്ചു. ആ, അതൊക്കെ എടുത്തു. ഞാനൊരു കാര്യം. പാറു ഇല്ലേ? പാറു മൂക്കുത്തി. യാമി ഒരു പിടപ്പോടെ അവനോട് പറഞ്ഞു. എന്ത്? ശിവ നെറ്റി ചുളിച്ച് വല്ലാത്തൊരു ഭാഗത്തോടെ ചോദിച്ചു. പാറും മൂക്കുകുത്തിയെന്ന് വരണ്ട തൊണ്ടയെ കുടിനീരിറക്കി നനച്ചുകൊണ്ടവൾ പറഞ്ഞു. അതിന്? ശിവ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് തിരക്കി. അതിനൊന്നുമില്ല ശിവ, ഞാൻ അവളെ മൂക്ക് കുത്തിയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ കരുതി എനിക്കും. നീ മൂക്ക് കുത്തിയോ? യാമി ആകെ ഒരു വെപ്രാളം പിടിച്ച മട്ടിൽ പറഞ്ഞു വന്നതും ശിവ പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, കുത്തിയാലോ വേണ്ട, എൻ്റെ മോൾ അത് ആലോചിക്കേണ്ട, നമുക്കത് ശരിയാവില്ല. യാമി അവനോട് ചോദിക്കണോ വേണ്ടേ, ചോദിച്ചാൽ അവൻ എന്ത് കരുതും എന്നൊക്കെ ഒരു വല്ലായ്മയോട് പറഞ്ഞു വന്നതും അവൾ പറഞ്ഞു തീരും മുന്നേ ശിവയുടെ മറുപടി വന്നു. എന്താ? അവൻ്റെ ആ പറച്ചിലിൽ തെല്ലൊരു കൗതുകം തോന്നിയവൾ ഒരു പിടച്ചിലോടെ ചോദിച്ചു. വെറുതെ കണ്ടിടത്തൊന്നും കുത്തി നാശാക്കേണ്ട ഭാര്യ, ഭാവിയിൽ അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവുമെന്ന്. കസേരയിൽ ചാഞ്ഞിരുന്നവൻ ചുണ്ടിൻ്റെ കോണിലൊരു ചിരി ഒളിപ്പിച്ചു പറഞ്ഞതും യാമിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവത്തോടെ മെഴിഞ്ഞുപോയി. ഞാൻ മൂക്കുകുത്തുന്നതിന് നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഈ നിമിഷം അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്നത് പോലൊരു ചിരി യാമിയുടെ ചുണ്ടിലും വിരിഞ്ഞു. അതിന് ഞാൻ ബുദ്ധിമുട്ടും എന്നാണോ ഇപ്പോൾ പറഞ്ഞത്? ശിവ ചിരിയോടെ തന്നെ ചോദിച്ചു. അല്ലേ? അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ യാമിക്കും സംശയമായി. എൻ്റെ മാമി, നിനക്ക് ചെവി കേൾക്കില്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞതൊന്നും അല്ല. അവനൊരു കെറുവോടെ പറയും പോലെ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞ്? യാമി താൻ കേട്ടത് പിഴച്ചു എന്ന് സംശയത്തോടെ ചോദിച്ചു. അത് പറയുമ്പോൾ കേൾക്കണം. നീ ഇപ്പോൾ ഇത് പറ, ആരൊക്കെയുണ്ട് അവിടെ? ശിവ അതിവിദഗ്ധമായി ആ വിഷയം മാറ്റി മറ്റൊരു വിഷയം എടുത്തിട്ടു. ഇവിടെ എല്ലാവരും ഉണ്ട്. യാമി ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ ഫാദർ ഇൻ ലോ ഇല്ലേ? അവനൊരു താളത്തിൽ ചോദിച്ചു. ഇല്ല, യാമി പറഞ്ഞു. ഓ, അപ്പോൾ ശേഖരൻ മുതലാളി കൂടെ ഇല്ല. ഡ്രസ്സൊക്കെ എടുത്തോ? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് പോകണം. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? യാമി കുഞ്ഞൊരു മുഖത്തോടെ ചോദിച്ചു. എന്തിന്? ഞാനില്ല, നിങ്ങൾ തന്നെ അങ്ങ് എടുത്താൽ മതി. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഒരു TT എടുക്കണം. ഇരുന്നിടത്ത് നിന്നൊന്ന് ഞെളിഞ്ഞു നിവർന്നുകൊണ്ട് അവൻ പറഞ്ഞു. എന്തിന്? നിനക്കെന്താ പറ്റിയേ? വയ്യേ? യാമി സംശയത്തോടെ ചോദിച്ചു. ഒട്ടും വയ്യ. ഇന്നലെ രാത്രി ഒരു യക്ഷി എന്നെ കടിച്ച് ചോര കുടിച്ചു. കൈ അനക്കാൻ വയ്യ, ഒടുക്കത്തെ വേദനയാ. ഹോസ്പിറ്റലിൽ പോകണം. യാമിയുടെ പല്ലുകൾ ആഴ്ന്ന തൻ്റെ ഇടതു തോളിൽ മെല്ലെ കവിളി ഉരസിക്കൊണ്ടൊരു പ്രത്യേക ഭാവത്തിൽ അവൻ പറഞ്ഞതും യാമി ഇന്നലത്തെ കാര്യമോർത്ത് നാക്ക് കടിച്ചു പോയി. ഞാൻ പതുക്കെയല്ലേ കടിച്ചത്? യാമി മെല്ലെ ചോദിച്ചു. അതെ, വളരെ പതുക്കെയായിരുന്നു മാമി. വീട്ടിലേക്ക് വാ, കാണിച്ചു തരാം ഞാൻ ആ കീരിപ്പല്ലിൻ്റെ ടാറ്റു. യാമിയുടെ സ്വരം പതുങ്ങിയത് കാണെ അവൻ കൂടുതൽ മനോഹരമായി ചിരിച്ചു. പോടാ,
നീ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാഞ്ഞിട്ടല്ല ഞാൻ കടിച്ചത്, യാമി ചിരിയോടെ ചോദിച്ചു. പറഞ്ഞത് കേട്ടെനിക്ക് പണ്ടേ ശീലമില്ലല്ലോ മാമി, അതുകൊണ്ടല്ലേ. പിന്നെ നിനക്ക് വേണ്ടത് വാങ്ങിക്കുമ്പോൾ നിന്റെ കാർഡ് യൂസ് ചെയ്യ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട. ഞാനല്പം ബിസിയാ, വെക്കട്ടെ. രാവിലെ കാണാതെയും മിണ്ടാതെയും പോയതിൻ്റെ എല്ലാ പരിഭവവും തീർത്തുകൊണ്ട് അവൻ അത്രയും സൗമ്യമായി പറഞ്ഞതും യാമയുടെ മുഖം പാൽനിലാവ് പോലെ തെളിഞ്ഞു. അപ്പോൾ ഞാൻ മൂക്ക് കുത്തണ്ടേ? അവൻ കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന് കണ്ടതും പെട്ടെന്ന് തോന്നിയൊരു കുറുമ്പോടെ അവൾ ചോദിച്ചു. ആ മുഖം കൊണ്ടുപോയി വൃത്തികേടാക്കാതെടി ഭാര്യ, ഞാൻ പറഞ്ഞില്ലേ വേണ്ടെന്ന്. ചെറിയൊരു താളത്തിൽ പറഞ്ഞുകൊണ്ട് ചിരിയോടെ ആ കാൾ കട്ട് ചെയ്തു.